നമസ്കാരം. ജഗൻ ജയപ്രകാശാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് യുക്രൈൻ, റഷ്യ, അമേരിക്ക. ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചിട്ട് വർഷങ്ങൾ ഒരുപാടാവുന്നു. ഇത് നിർത്തണം എന്നുള്ള കാര്യത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകർക്കോ ആർക്കും തന്നെ സംശയമില്ല. എന്തായാലും യുദ്ധങ്ങൾ ഒരിക്കലും സമാധാനം ഉണ്ടാക്കുന്നതല്ല. ട്രംപ് അധികാരത്തിൽ കയറിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ ഒന്ന് തന്നെയായിരുന്നു, റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന്. പക്ഷേ അദ്ദേഹത്തിന്റെ ശ്രമങ്ങളൊക്കെ തന്നെ ശ്ലാഘനീയമാണ്. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം പുടിനുമായി സംസാരിക്കുന്നു. 1.5 മണിക്കൂറോളം ഫോൺ വഴി സംസാരിക്കുന്നു. പക്ഷേ യുക്രൈന്റെ വ്ളാദിമിർ സെലൻസ്കിയുമായി ഒരു തരത്തിൽ പോലും സംഭാഷണം നടത്തുകയോ ചെയ്തിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ സൗദി അറേബ്യയിൽ റിയാദിൽ ചർച്ച നടത്തുന്നു, സമാധാന ചർച്ചകൾ നടക്കുന്നു. ഇവിടെയും യുക്രൈന്റെ പ്രാതിനിധ്യമില്ല. അതിനെക്കുറിച്ച് സെലൻസ്കി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. യുക്രൈന്റെ പ്രാതിനിധ്യമില്ലാതെ യുക്രൈന്റെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം നിലനിൽക്കുന്നു. മാത്രമല്ല, ഇനി അതെന്ത് തീരുമാനമെടുത്താലും അത് ഞങ്ങൾ തള്ളിക്കളയുന്നു എന്ന് പറയുന്നു. സത്യത്തിൽ സെലൻസ്കിയുടെ വാചകങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ലേ ജഗത്? ഞാനും ജഗത്തും തമ്മിലുള്ള ഒരു പ്രശ്നം നിലനിൽക്കുമ്പോൾ എന്നെ മാറ്റി നിർത്തി ജഗത്തിനോട് മാത്രം സംസാരിച്ചുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ലല്ലോ. അതിന്റെ ഒരു പൊരുൾ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ റെലവൻസ് എന്താണെന്നൊരു ചോദ്യം നിലനിൽക്കുന്നില്ലേ? നമസ്കാരം അനുജ. ഈ ഒരു വിഷയം നമ്മളിപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതിന്റെ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, ട്രംപ് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ. ട്രംപ് പറഞ്ഞ ഒരു സൂചന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഉക്രൈനില് ഈ സെലൻസ്കിയുടെ കാലാവധി കഴിഞ്ഞ വർഷം തന്നെ കഴിയുകയുണ്ടായി. അപ്പം സെലൻസ്കി ഇപ്പോൾ ഒരു മാരിഷൽ ലോ ഉപയോഗിച്ച് അവിടെ അധികാരത്തിൽ ക്ലിങ് ചെയ്യുകയാണ്, അടിച്ചു പോയി കിടക്കുകയാണെന്നാണ് ട്രംപ് പറയുന്നത്. അതുകൊണ്ട് ട്രംപ് പറയുന്നത് ജനങ്ങളുടെ ഹിതം പരിശോധിച്ച ശേഷം ജനങ്ങൾ എന്താണോ ഇപ്പം ആവശ്യപ്പെടുന്നത് ആ രീതിയിൽ അവിടെ ഒരു ഭരണകൂടം വരണം. അതാണ് എലക്ഷൻ എത്രയും പെട്ടെന്ന് നടത്തണം. കാരണം എലക്ഷന് നടത്തിയാൽ മാത്രമേ ജനങ്ങളുടെ മാൻഡേറ്റ് അറിയാൻ പറ്റൂ. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പോൾ അനുസരിച്ചിട്ട് 4% അപ്രൂവൽ മാത്രമേ സെലൻസ്കിക്കുള്ളൂ എന്നാണ് ട്രംപ് ഇപ്പം ഇന്നലെ പറഞ്ഞത്. ആ ഒരു കാര്യം കൂടെ നമ്മൾ കണക്കെടുക്കുകയാണെങ്കിൽ അതിപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സെലൻസ്കി ജനാധിപത്യപരമായിട്ടാണ് ഉക്രൈനിൽ ഭരണം തുടരുന്നതെന്നുള്ള ഒരു ചോദ്യമാണ് ട്രംപിന്റെ പക്ഷത്തു നിന്നും കൺസർവേറ്റീവ് പക്ഷത്തു നിന്നും ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിനു മുന്നേ ശരിക്കും ഒരു 300 ബില്യൺ എയ്ഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു US. ആ എയ്ഡ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്, ആ എയ്ഡ് എത്രത്തോളം ഉക്രൈനിൽ ഉപയോഗിച്ചിട്ടുണ്ട്, അത് എന്തൊക്കെ പർപ്പസിനാണ് അത് ഉപയോഗിച്ചതെന്നുള്ളതിനെ പറ്റി ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. കൺസർവേറ്റീവ്സിന്റെ പക്ഷം അനുസരിച്ചാണെങ്കിൽ 300 ബില്യൺ ഡോളറിനകത്ത് ഒരു 150 ബില്യൺ മാത്രമേ ഉക്രൈനിൽ ഉപയോഗിച്ചിട്ടുള്ളതായിട്ടും ബാക്കിയുള്ളതൊക്കെ അഴിമതിയുടെ ഭാഗമായിട്ട് പോയിട്ടുള്ളതായിട്ടുമാണ് അവർ കണക്കാക്കുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രംപ് പറയുന്ന കാര്യത്തിനകത്ത് വസ്തുതയില്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം പിന്നെ സെലൻസ്കി എന്ന് പറയുന്ന ആളുടെ ഒരു രാഷ്ട്രീയ പക്ഷവും അദ്ദേഹത്തിന്റെ ഒരു ചരിവും എങ്ങോട്ടാണെന്നുള്ളത് ഡെമോക്രാറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്. എസ്പെഷ്യലി ഈ കോൺസർവേറ്റീവ് പക്ഷത്തിന് സെലൻസ്കിയോട് തീരെ താല്പര്യമില്ല. കാരണം ഇതിനെ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 2008 ഒബാമ അധികാരത്തിൽ വന്ന മുതലുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അന്ന് മുതല് ബൈഡനും ഉക്രൈനിലെ ബുരിസ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുമായിട്ട് ഒരു അവിശുദ്ധ ബന്ധം ഉണ്ടെന്നാണ് ഇടയ്ക്ക് വെച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ ഇതിന്റെ തുടർന്ന് ഹണ്ടർ ബൈഡൻ, അതായത് ബൈഡന്റെ മകനുമായിട്ട് ചേർന്നിട്ട് അവിടുത്തെ ഈ ബുരിസ്മ എന്ന് പറഞ്ഞ കമ്പനി ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുകയും അതിനകത്തുനിന്ന് എല്ലാ മാസവും $50,000 വെച്ച് ഹണ്ടർ ബൈഡൻ ലഭിക്കുകയുണ്ടായെന്ന് പറഞ്ഞ് മാധ്യമ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ വലിയ കോലാഹലം നടന്നു. അപ്പോൾ ട്രംപ് 2019 ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ ഉക്രൈനോട് പറയുകയും ഉക്രൈനില് അന്ന് സെലൻസ്കിയുടെ നേതൃത്വത്തിൽ അതിനെ നിരാകരിക്കുകയും ചെയ്തിരുന്നുണ്ടായിരുന്നു. അതിനുശേഷം റഷ്യയുമായിട്ട് ചേർന്ന് ട്രംപ് ഡെമോക്രാറ്റ്സുകൾക്കെതിരെ ഒരു അഴിമതി ആരോപണം നടത്തുകയാണെന്നും ഡെമോക്രാറ്റ്സിനെയും എസ്പെഷ്യലി ബൈഡൻ ഫാമിലിയെയും മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ട്രംപിന്റെ ഭാഗത്തുനിന്ന് മനഃപൂർവ്വമായിട്ട് നടത്തിയ ഒരു ഫലമാണ് ഇങ്ങനത്തുള്ള ഒരു ആക്ഷേപമൊന്നുമായിരുന്നു അന്നത്തെ കാലത്ത് ഒരു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രംപും സെലൻസ്കിയായിട്ടും വളരെ മോശമായിട്ടുള്ള ഒരു ബന്ധമാണ് ഇപ്പോഴല്ല പണ്ട് മുതലേ ഉള്ളത്. സോ കൊമേഡിയൻ ഇൻ എ കാർഗോ പാൻസ് എന്നാണ് കൺസർവേറ്റീവ് പക്ഷക്കാര് സെലൻസ്കിയെ വിമർശിക്കുന്നത്. അതായത് അയാൾ ഇതിനു മുന്നേ ഒരു കൊമേഡിയൻ ആയിരുന്നു. അയാൾ പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, ഒരു ജോക്കറാണ്.
അത് മാത്രമല്ല ഉക്രൈൻ ജനങ്ങളുടെ താല്പര്യമല്ല അദ്ദേഹം സംരക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ 4 വർഷമായിട്ട് ഒത്തിരി ആയുധങ്ങളും പണവും എല്ലാം കൊടുത്തു. പക്ഷേ യുദ്ധം എങ്ങും എത്തിയില്ല. ഇപ്പം തന്നെ അമേരിക്കയും എല്ലാവരും ചേർന്ന് റഷ്യ മുട്ടുകുത്തിക്കുമെന്ന് പറഞ്ഞാണ് 4-5 വർഷമായിട്ട് ലക്ഷക്കണക്കിന് ആള് മരിച്ചത്. രാജ്യം കുട്ടിച്ചോറായി. 40% സ്ഥലങ്ങളെല്ലാം ഡിമോളിഷ്ഡ് ആയി പോയി. അതാണ് ട്രംപ് ഇന്നലെ സൂചിപ്പിച്ചത്. ഇറ്റ് വാസ് ലൈക്ക് ഗസ. ഗാസയിൽ എന്താണോ സംഭവിച്ചത് അതുപോലെയാണ് അവിടെ സംഭവിച്ചത്. ടോട്ടൽ ഡിമോളിഷൻ ആണ്. ഒരു ഡിമോളിഷിംഗ് സൈറ്റ് പോലാണ് ഇപ്പം ഉക്രൈൻ ഉള്ളത്. അപ്പൊ അതിനാൽ എത്രയും പെട്ടെന്ന് ഉക്രൈന്റെ വാർ നിർത്തി അവിടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങണം. പിന്നെ ട്രംപിന് ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പുനർനിർമ്മാണ പ്രക്രിയയിൽ ഇപ്പോൾ ചൈന ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ചൈനയുടെ നേതൃത്വത്തിൽ ഉക്രൈനിൽ പുനർനിർമ്മാണം നടത്താമെന്നുള്ള ലക്ഷ്യം. അപ്പൊ അത് ഒരിക്കലും ട്രംപിന് സ്വീകാര്യമില്ല. $750 ബില്യൺ എസ്റ്റിമേറ്റോളം വരും ഉക്രൈൻ പുനർനിർമ്മിക്കാൻ വേണ്ടി. അപ്പൊ അത് അമേരിക്കൻ കമ്പനികളുടെ നേതൃത്വത്തിൽ അമേരിക്ക ചെയ്യണമെന്നാണ് ട്രംപിന്റെ ഒരു വിഷൻ. പിന്നെ അതുപോലെ തന്നെ ഉക്രൈനിലെ പല പ്രധാനപ്പെട്ട മിനറൽസും ഇപ്പം റഷ്യ കൈയടക്കിയ ഭാഗത്തായിട്ട് ആണെന്നാണ് ഇപ്പൊ റിപ്പോർട്ട് വരുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ ട്രംപ് സോർട്ട് ഔട്ട് ചെയ്ത ശേഷം ചൈനയുമായിട്ടുള്ള ഒരു ട്രേഡ് വാറിന്റെ ഭാഗമായിട്ട് കൂടുതൽ ക്രിട്ടിക്കൽ കമ്പോണൻസ് ഉക്രൈൻ ബേസ് ചെയ്ത് സോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് US-ന്റെ ലക്ഷ്യം. എസ്പെഷ്യലി F-35 പോലുള്ള ഫ്ലൈറ്റുകൾക്കും. പക്ഷെ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമില്ലേ ജഗത്ത്, അതായത് ഇതിലൊരു സമാധാനം എന്ന് പറയുന്ന അടിസ്ഥാനപരമായി ട്രംപിന് സെലൻസ്കിയുമായുള്ള പ്രതിഷേധങ്ങളോ പ്രശ്നങ്ങളോ എന്നതിനേക്കാൾ ഉപരിയായി ഒരു രാഷ്ട്രത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണ് ആഫ്റ്റർ ഓൾ സെലൻസ്കി എന്ന് പറയുന്നത്. ഇപ്പം റിയാദിൽ നടക്കുന്ന സമാധാന ചർച്ചയിലാണെങ്കിൽ പോലും ഇവരുടെ പ്രാതിനിധ്യം ഉണ്ടാകേണ്ടതല്ലേ? അതല്ലേ അതിന്റെ ഒരു രീതി? അല്ലെങ്കിൽ അവരെങ്ങനെ അത് അംഗീകരിക്കും? അവരില്ലാത്തൊരു, ഞാൻ സന്നിഹിതമല്ലാത്തൊരു സമയത്തെ മീറ്റിംഗിലെടുത്ത തീരുമാനം അത് ഞാൻ ആ ചർച്ചയുടെ ഭാഗമല്ലെങ്കിൽ ഞാൻ അംഗീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നില്ലേ? എന്നുള്ളൊരു ചോദ്യം വരണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വാർ ആര് ഫണ്ട് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കണം. ഈ സെലൻസ്കിയും ഉക്രൈനും തമ്മിൽ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ സെലൻസ്കിയും റഷ്യയും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യണം. എന്തിനാണ് അമേരിക്ക ഫണ്ട് ചെയ്യുന്നത്? എന്തിനാണ് യൂറോപ്പ് കൂടെ നിൽക്കുന്നത്? യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം റഷ്യ ചിലപ്പോൾ ഉക്രൈൻ കീഴടക്കിയ ശേഷം പിന്നീട് ബാക്കിയുള്ള യൂറോപ്പിന് ഒരു പ്രശ്നം ഉണ്ടാവും എന്നുള്ളൊരു ഭീതിയായിരിക്കും യൂറോപ്പിന്. ഈവൻ യൂറോപ്പ് പോലും അതിൽ എന്ത് ആക്ഷനാണ് എടുക്കുന്നത്? യൂറോപ്പ് സത്യം പറഞ്ഞാൽ കൈയും കെട്ടി മാറി നിന്ന് ഒരു സ്പെക്ടേറ്റർഷിപ്പ് ചെയ്യുന്നതല്ലാതെ കാര്യമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഒന്നുമില്ല. US ആണ് ഇതിനെ ഫണ്ട് ചെയ്യുന്നതും US ആണ് ഇതിനു വേണ്ടിയുള്ള ആയുധങ്ങൾ കൊടുക്കുകയും എല്ലാം ചെയ്യുന്നത്. യൂറോപ്പ് നമുക്കിപ്പോ എല്ലാവർക്കും അറിയാം സാമ്പത്തിക സ്ഥിതി മോശമാണ് യൂറോപ്പ്. എസ്പെഷ്യലി ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ ഈ 3 രാജ്യങ്ങളാണ് യൂറോപ്പിലെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളുടെ അവസ്ഥ തന്നെ ഇപ്പം വളരെ സാമ്പത്തികമായിട്ട് വളരെ പ്രശ്നമാണ്. ആ രാജ്യത്ത് തന്നെ രാഷ്ട്രീയ അസ്ഥിരതയാണ്. ഭരണകൂടങ്ങൾ മാറുന്നു, പ്രധാനമന്ത്രിമാർ ഇടയ്ക്കിടയ്ക്ക് മാറുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഭൂരിപക്ഷം ഇല്ലാതാണ് മിക്ക രാജ്യങ്ങളിലും ഭരിക്കുന്നത്. എസ്പെഷ്യലി ജർമ്മനിയിലൊക്കെ നമ്മൾ സംഭവിച്ച കാര്യങ്ങൾ കണ്ടതാണ്. ഇമ്മാനുവൽ മാക്രോണും അവിടെ ജനപ്രാതിനിധ്യം കുറവാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഉക്രൈനും റഷ്യയും തമ്മിൽ വിഷയം ഉണ്ടെങ്കിൽ അത് അവർ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് US-ന് ഒരു സ്റ്റേക്കും ഇല്ല. കാരണം ഉക്രൈനെ നാറ്റോയിൽ എടുക്കത്തില്ല എന്നുള്ള ഒരു ധാരണ പണ്ട് മുതലേ ഉണ്ടായിരുന്നതായിരുന്നു. കാരണം ഈ USSR ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് USSRന്റെ ന്യൂക്ലിയർ സ്റ്റോക്ക് പൈൽ മുഴുവൻ ഉക്രൈനിലായിരുന്നു. അതുപോലെ തന്നെ ഉക്രൈൻ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു USSRന്റെ പ്രവിശ്യ തന്നെയാണ്. നമ്മൾ പഴയ ഹിസ്റ്ററിയിലോട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് എ ഇന്റഗ്രൽ പാർട്ട് ഓഫ് റഷ്യ. നമുക്ക് കാശ്മീർ നമ്മുടെ ഇന്റഗ്രൽ പാർട്ടാണ് ഇന്ത്യക്ക് എന്ന് പറയുന്ന പോലെ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് വാസ് ആൻ ഇന്റഗ്രൽ പാർട്ട്. അപ്പം അതൊക്കെ പഴയ ഒരു ടെറിട്ടറി ആയിരുന്നു. റഷ്യയുടെ ഒരു സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിന്റെ ഭാഗമായിട്ടിരുന്ന ഒരു ടെറിട്ടറി ആയിരുന്നു. അതിന് പ്രത്യേകിച്ച് ഒരു നാഷണൽ ഐഡന്റിറ്റി ഒന്നുമില്ല. അതിന് ജസ്റ്റ് ഒരു കൾച്ചറൽ ഐഡന്റിറ്റി. ഉക്രൈൻ വാസ് എ കൾച്ചറൽ ഐഡന്റിറ്റി റാദർ ദാൻ എ നാഷണൽ ഐഡന്റിറ്റി. അതാണ് റഷ്യയുടെ സ്റ്റാൻഡ് പോയിന്റ്. അതേ സ്റ്റാൻഡ് പോയിന്റ് എന്നാണ് ട്രംപും ഇപ്പൊ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം നമുക്ക് ഈ ഇഷ്യൂ എങ്ങനെയെങ്കിലും റിസോൾവ് ചെയ്യണം. അപ്പൊ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണോ വേണ്ടുന്നത്, ആരാണോ ഇതിനകത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇതിനകത്ത് ആസ് പെർ ട്രംപിന്റെ ഒരു ഇത് വെച്ചിട്ട് പവറും അഗ്രഷനും നടത്തിയത് റഷ്യ ആണെന്നുള്ള ഒരു, കാരണം റഷ്യക്ക് ഡിഫെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് റഷ്യ അറ്റാക്ക് ചെയ്തു. നാറ്റോയ്ക്കകത്ത് ഉക്രൈൻ വന്നു കഴിഞ്ഞാൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വീക്ക് പോയിന്റ് ആവും റഷ്യയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതിനാണ് റഷ്യ ഒറ്റപ്പെടുന്നതുകൊണ്ടാണ് അവർ ഇതിനെ അറ്റാക്ക് ചെയ്തത്. അപ്പൊ അറ്റാക്ക് ചെയ്ത സമയത്ത് ഉക്രൈൻ അവരുടെ രീതിക്ക് തിരിച്ചു നിൽക്കാനൊക്കെ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കിയ ശേഷം ഈ സെലൻസ്കി ഓടി നടന്ന ഞങ്ങൾ ഇപ്പൊ കൊല്ലുന്നത്, ഞങ്ങൾ പിടിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഫിയർ വേവ് ഉണ്ടാക്കിയ ശേഷം അതിന്റെ ബേസിൽ ഇത് എൻഗാഷ് ചെയ്യാന്നാണ് അദ്ദേഹം നടത്തിയത്. അപ്പം അന്നത്തെ കാലത്ത് ഡെമോക്രാറ്റ്സും ലിബറൽസും ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിലും പക്ഷെ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് മാറി. ഇപ്പം ലിബറൽസുകൾക്ക് ഒരു
അത്ര അപ്പർ ഹാൻഡ് ഇല്ല, എസ്പെഷ്യലി യൂറോപ്പിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം കൺസർവേറ്റീവ് പക്ഷമാണ് പൊതുവെ എല്ലായിടത്തും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് നമ്മളിപ്പം യൂറോപ്യൻ യൂണിയനിലെ മറ്റുള്ള രാജ്യങ്ങളുടെ അഭിപ്രായം നോക്കി പോളണ്ടിനെ സംബന്ധിച്ചിടത്തോളം പോളണ്ട് പറയുന്നു വൈ ഷുഡ് യു എസ് ഹെൽപ്പ് ഉക്രൈൻ എന്നാണ്. പോളണ്ടിൻ പ്രധാനമന്ത്രിക്ക് ഇതിനകത്ത് വലിയ സ്റ്റേക്ക് ഒന്നുമില്ല. അദ്ദേഹം പറയുന്നു അവര് തുടങ്ങിയ യുദ്ധം അവർ തന്നെയായിട്ട് അവസാനിപ്പിക്കും. അതിന്റെ ഭാഗമായിട്ട് റഷ്യയുമായിട്ടാണ് ടോക്ക് ചെയ്യേണ്ടത്. കാരണം ഇതിനകത്ത് ഉക്രൈൻ ഒരു സ്റ്റേക്കില്ല. ഉക്രൈൻ ഓടി നടന്ന ആൾക്കാരുടെ നിന്ന് കാശ് വാങ്ങിച്ച് അത് പുട്ടടിച്ച ശേഷം ബാക്കി പൈസ എന്ത് ചെയ്തെന്ന് പോലും അവർക്ക് ഇപ്പം അതിനുള്ളൊരു ജഗത് ഉത്തരവില്ല. പറയുന്ന ഒരു അത് കാര്യം, പുടിന്റെ ആവശ്യങ്ങൾ യുക്രൈൻ അപ്പാടെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ്. ഇപ്പോ നമ്മൾ ഭാഗമല്ലാത്തൊരു ചർച്ചയിൽ സ്വാഭാവികമായി നമ്മുടെ വശങ്ങൾ പറയില്ല. ചർച്ചയുടെ കാര്യങ്ങൾ അവിടെ നിലനിൽക്കട്ടെ. പ്രധാനപ്പെട്ട പല മേഖലകളും ഇതിനോടകം പുടിന്റെ റഷ്യ കീഴടക്കിയിട്ടുണ്ട് യുക്രൈനിൽ. അപ്പം അവരുടെ തന്ത്രപ്രധാനമായ പല മേഖലകളും കീഴടക്കിയിട്ട് സ്വാഭാവികമായും റഷ്യ പറയാൻ സാധ്യതയുള്ള ഒരു സമാധാന ഉടമ്പടി ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളതൊക്കെ അവിടെ നിലനിൽക്കട്ടെ എന്നതായിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു രാഷ്ട്രമെന്ന നിലയിൽ അത് യുക്രൈനെ സംബന്ധിച്ച് അവർ ഇപ്പൊ ഒരു യുദ്ധം നിർത്താനും അവർ തയ്യാറല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ എങ്ങനെയായിരിക്കും ഈ സമാധാന ചർച്ചയുടെ ഒരു പ്രസക്തിയും കൂടി ഒരു ചോദ്യമല്ലേ? നമ്മളിപ്പോ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ട്രേഡ് നമ്മൾ നിന്നിരിക്കുകയാണ്. ഇപ്പം എസ്പെഷ്യലി റഷ്യ ആൻഡ് യു എസ് ട്രേഡ് വളരെ കുറഞ്ഞ്, അപ്പം അതിന്റെ പേരിലോ രണ്ട് രാജ്യങ്ങൾക്കും അതിന്റെ ട്രേഡ് ഇൻട്രസ്റ്റുകൾ അവിടെ നിൽക്കുകയാണ്. അതുപോലെ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ ഉക്രൈന് റെയറെക്സ്, പിന്നെ നാച്ചുറൽ ഗ്യാസ്, വീറ്റ്, കോൺ തുടങ്ങിയതൊക്കെ ഉണ്ടാക്കുന്ന ഒരു യൂറോപ്പിന്റെ ഒരു ഭക്ഷ്യ കലവറയാണ് ഉക്രൈൻ എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടും വളരെ പ്രോബ്ലംസ് നിൽക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു അല്ലെ, സെലൻസ്കിക്ക് പവർ ഉണ്ടെങ്കിൽ സെലൻസ്കി വിളിച്ച് നെഗോഷിയേറ്റ് ചെയ്യും. സെലൻസ്കിക്ക് റിയലി പവർ ഇല്ല. സെലൻസ്കി ഈസ് എ പപ്പറ്റ് ഓഫ് ലിബറൽ മീഡിയ. ലിബറൽ മീഡിയ ഒരു ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ പൊക്കിക്കൊണ്ട് നടക്കുകയാണ്. സെലൻസ്കിക്ക് ഒരു റിയൽ പവർ ഒന്നുമില്ല. റിയൽ പവർ ഉണ്ടെങ്കിൽ റഷ്യ ആയിട്ട് ഫൈറ്റ് ചെയ്യട്ടെ, അങ്ങനല്ലേ ഹീറോയിസം കാണിക്കേണ്ടത്. നേരെ മറിച്ച് ഞങ്ങൾക്ക് ആയുധം തായോ, ഞങ്ങളത് ഇപ്പൊ യുദ്ധം വിജയിക്കുന്നു, ഇപ്പം തീർക്കും, നാളെ പൊട്ടിക്കും എന്ന് പറഞ്ഞ് ഇരിക്കും എന്നല്ലാതെ ഇപ്പൊ ഒന്നും സംഭവിക്കുന്നില്ല. 5-8 വർഷമായില്ലേ. അപ്പൊ അത് ട്രംപിന് മനസ്സിലായി ഈ അയാൾക്ക് കഴിവില്ല, അയാള് ജസ്റ്റ് ഒരു പപ്പറ്റാണ്. എസ്പെഷ്യലി ട്രംപ് സസ്പെക്ട് ചെയ്യുന്നത് ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ഭാഗമായിട്ടാണ് സെലൻസ്കി അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, അധികാരത്തിൽ ഇപ്പോഴും കടിച്ചു തൂങ്ങി കിടക്കുന്നത്. അത് എന്തുകൊണ്ട് ഇലക്ഷൻ നടത്തുന്നില്ല? ട്രംപ് അതല്ലേ ചോദിക്കുന്നത്. അപ്പം ഇലക്ഷൻ നടത്തി ജനങ്ങളുടെ ഹിതം അറിയട്ടെ. ഇപ്പം അവരുടെ കാലാവധി കഴിഞ്ഞില്ലേ, അതിനുശേഷം ഇലക്ഷൻ നടത്തി ജനങ്ങളുടെ ഹിതം പറഞ്ഞ് ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ചിട്ടല്ലേ അവിടെ തീരുമാനിക്കും. ജനങ്ങൾ പറയട്ടെ സെലൻസ്കി ഇരിക്കണോ, അല്ലെങ്കിൽ സെലൻസ്കി പുറത്താക്കട്ടെ, അത് പുതിയ ഒരാൾ വരട്ടെ, അപ്പൊ അതുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാമല്ലോ. അപ്പം ട്രംപ് പറയുന്നത് അയാൾ ഇല്ലീഗലി ഒക്യുപ്പൈ ചെയ്യുകയാണോ ഓഫീസിനകത്ത്, അയാൾക്ക് ഒരു സ്റ്റേക്കും ഇല്ല, പിന്നെ എന്തിനാ അയാളുമായിട്ട് ചർച്ച നടത്തണം? അത് മാത്രമല്ല, ഈസ് എ കൊമേഡിയൻ ഇൻ കാർഗോ പാൻസ്. പിന്നെ ഒരു തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റി ഇല്ല. സെലൻസ്കി കയറിയ ശേഷം വ്യാപകമായിട്ട് അഴിമതിയാണ് ഉക്രൈനിൽ നടക്കുന്നത്. ആദ്യം അദ്ദേഹത്തിന് റേറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തിന്റെ റേറ്റിംഗ് എല്ലാം പ്ലംബറ്റ് ചെയ്തു. ആ ഭാഗം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രംപ് പറയുന്നത് ഇത്ര നാളായിട്ട് ഒന്നും നടന്നില്ലല്ലോ. ഇനിയിപ്പോ റഷ്യയായിട്ട് സംസാരിക്കാൻ, കാരണം റഷ്യയല്ലേ ഇതിനകത്ത് മെയിൻ സ്റ്റേക്ക് ഹോൾഡർ. റഷ്യ ഓക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് യുദ്ധം നിർത്താം. അതുപോലെ തന്നെ ഇപ്പം ട്രംപിനെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചു, ട്രംപിന് ബിസിനസ് താല്പര്യങ്ങളാണ് എപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. അപ്പം ട്രംപ് എപ്പോഴും അമേരിക്കൻ കോർപ്പറേഷൻസിന്റെ ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ റഷ്യയുടെ പൊളിറ്റിക്കൽ ആൻഡ് ജിയോഗ്രഫിക്കൽ സ്റ്റാറ്റസ് അത് ഒരു ട്രേഡ് ഓഫ് ആണ്. സത്യം പറഞ്ഞാൽ ദർ ഇസ് നോ സൊല്യൂഷൻ, ഇതിനൊന്നും ഒരു സൊല്യൂഷനും ഇല്ല. എന്തെങ്കിലും ട്രേഡ് ഓഫ് നടത്തിയ ശേഷം നമ്മൾ അത് യുദ്ധത്തിന്റെ അത് നിർത്തുക. കാരണം ഈ ട്രംപ് അധികാരത്തിൽ കയറുന്നതിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യുദ്ധം ഞാൻ നിർത്തും, ഞാൻ പുടിനുമായിട്ട് സംസാരിക്കും. അവിടെ ഒരിക്കലും സെലൻസ്കി അദ്ദേഹം സൂചിപ്പിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ട്രംപിന്റെ ഒരു തരത്തിലുള്ള ക്യാമ്പയിൻ സ്പീച്ചിലോ റാലി സ്പീച്ചിലോ ഞാനത് കണ്ടിട്ടില്ല. ട്രംപ് ഉദ്ദേശിച്ചത് ഈ യുദ്ധം എങ്ങനെയാണ് തീർക്കുന്നത് വെച്ചാൽ പുടിനുമായിട്ട് സംസാരിച്ച് ഇപ്പൊ എന്താണോ പുടിന്റെ ആവശ്യങ്ങൾ അത് തൽക്കാലത്തേക്ക് അംഗീകരിച്ചു കൊടുക്കുക. ഇത് യു ക്യാൻ ചേഞ്ച് യുവർ ഫ്രണ്ട്സ് ബട്ട് യു ക്യാൻ നെവർ ചേഞ്ച് യുവർ നൈബേഴ്സ്. നമുക്ക് സുഹൃത്തുക്കളെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം, വിളിക്കാതിരിക്കാം, കാണാതിരിക്കാം, പക്ഷെ നൈബേഴ്സിന് നമുക്ക് ഒരിക്കലും അങ്ങനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പ്രോബ്ലത്തിലാണ് ഉക്രൈൻ റഷ്യ. അപ്പൊ അവര് നൈബേഴ്സ് ആണ്, അവര് തമ്മിൽ ഒരു ധാരണയിൽ എത്താൻ വേണ്ടിയിട്ട് ഒരു മീഡിയേഷൻ നടത്തുന്നു എന്ന് മാത്രമേ ട്രംപിനുള്ളൂ. എത്ര പേരുടെ ജീവൻ കൊടുക്കും ഇനി? അതിനാൽ എത്രയും പെട്ടെന്ന് റിസോൾവ് ചെയ്യണം. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം 2 മാസത്തിനുള്ളിൽ പുള്ളി പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കണമെന്നാണ് പുള്ളി വിചാരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ആ ഒരു ഫസ്റ്റ് ഒരു നെഗോഷിയേഷൻ. അപ്പം വെസ്റ്റേൺ മീഡിയ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൾഡ് വാറിന് ശേഷം നടന്ന ഏറ്റവും വലിയ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു ഇന്നലെ സൗദിയിൽ നടന്നത്. പക്ഷെ അതിനകത്ത് ട്രംപും പുടിനും പങ്കെടുത്തില്ല, സെലൻസ്കിയും വിളിച്ചില്ല. കാരണം
രാഷ്ട്ര നേതാക്കളൊന്നും ഇല്ലായിരുന്നു. ചിലപ്പോൾ വിളിക്കുമായിരിക്കും. ഇവർ തമ്മിൽ ഒരു ധാരണ എത്തിക്കഴിഞ്ഞ് ഇത് ചിലപ്പം പീസ് ഡീൽ സൈൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വിളിച്ചുകൂടായികയില്ല. നെഗോഷിയേഷൻസ് നടക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ, വി ആർ ടു ഏർലി ടു ജഡ്ജ്. നമുക്ക് കാണാം, നമുക്ക് എന്താണ് സംഭവിക്കുന്നുള്ളത് നോക്കി കാണാം. ഈ ട്രംപുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിനുള്ള നിക്ഷേപ താല്പര്യങ്ങളെ കുറിച്ച് അമേരിക്ക കോർപ്പറേഷനെ പലയിടങ്ങളിലേക്ക് കൊണ്ടുപോയി അതിന്റെ മറ്റുള്ള രാഷ്ട്രങ്ങളിൽ ഇപ്പൊ ഗസയിൽ നമ്മൾ കണ്ടതാണ്. ട്രംപ് ലക്ഷ്യം വെക്കുന്നത് യുക്രൈനിലെ ഫലഭൂയിഷ്ടമായ മണ്ണുകൂടിയാണ് എന്ന് പറയുന്നു. ഒരു പ്രസിഡന്റ് അതിനേക്കാൾ ഉപരിയായി യുദ്ധം നിർത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഒരു ഇൻവെസ്റ്റർ എന്ന രീതിയിലാണോ? അത് ഏറെക്കുറെ അത് ശരിയാണ്. കാരണം യുഎസിന് എപ്പോഴും ഇൻട്രസ്റ്റ് യുഎസിന്റെ മാർക്കറ്റാണ്, ആഗോള മാർക്കറ്റാണ്, അവർക്ക് ട്രേഡ് ആണ് അവരുടെ ലക്ഷ്യം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിനറൽസിന്റെ ഒരു ശേഖരണമുള്ള രാജ്യമാണ് ഉക്രൈൻ. ഇപ്പോഴത്തെ എസ്റ്റിമേറ്റ് അനുസരിച്ചാണെങ്കിൽ $14.8 ട്രില്യൺ ഒരു ധാതു നിക്ഷേപം ഉക്രൈനിലുണ്ട്. എസ്പെഷ്യലി ഈ ലിത്തിയം, കോബാൾട്ട്, നിക്കൽ പോലുള്ള റെയർ എർത്തുകൾ ഉക്രൈൻ ഉണ്ട്. അതിനെപ്പറ്റി ഒരു ധാരണയിൽ പുടിനും ട്രംപ് എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെ അതിന്റെ ചിലപ്പോൾ ധാരണയായി കാണും. അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു 50% റവന്യൂ ഷെയറിംഗ് മോഡലാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഗൾഫിലൊക്കെ ഇപ്പൊ ഓയിൽ അമേരിക്കൻ കമ്പനികളുടെ സഹായത്തോടെ എക്സ്ട്രാക്ട് ചെയ്യുന്ന അതേ ഒരു മോഡലിൽ തന്നെ ഓയിലിന് പകരം ഇവിടുന്ന് മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്യുക, 50% റവന്യൂ അവർക്ക് കൊടുക്കും, അവർ 50%-ന് അവര് ബാക്കി കൊണ്ടുപോകും. അതുപോലെ തന്നെ ഈ മൈനിങ് റിസോഴ്സസിന്റെ പേരിൽ ഒരു വീറ്റോ പവർ വെക്കും മൈനിങ് ലൈസൻസുകൾക്ക്. അത് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് അമേരിക്ക ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ അമേരിക്കയിൽ ഉപയോഗിക്കുന്ന 60% റെയർ എർത്ത് ആൻഡ് മിനറൽസ് ചൈനയിൽ നിന്നാണ്. ചൈനയുമായിട്ടുള്ള റിലയൻസ് കുറയ്ക്കുക, ചൈനയായിട്ടുള്ള ഈ അതായത് ക്രിട്ടിക്കൽ സെമി കണ്ടക്ടേഴ്സ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എസ്പെഷ്യലി ഈ ഡിഫൻസ് സെക്ടറിൽ ഇപ്പം ഒത്തിരിയും ചൈനയെ ആശ്രയിക്കുന്നുണ്ട് യുഎസ്. അപ്പൊ അത് അത്രയും അങ്ങനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അത് യുഎസിന്റെ ഇന്റേണൽ സെക്യൂരിറ്റിക്ക് അത് പ്രോബ്ലം ആവുമെന്ന് കണ്ടിട്ടാണ് ഇപ്പോൾ ആ ഒരു ഡീലിന് പ്രധാനമായിട്ട് സ്ട്രൈക്ക് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു അപ്ഡേറ്റഡ് ഉക്രൈൻ US ട്രേഡ് ഡീലും കൂടെ ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ, അഗ്രികൾച്ചർ മേഖലയിൽ US കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഉക്രൈനിൽ കറപ്ഷൻ നേരിടണം, അതുപോലെ തന്നെ റെഗുലേറ്ററി ട്രാൻസ്പെറൻസി, അത് പഴയ സോവിയറ്റ് റഷ്യയുടെ ഭാഗമായിരുന്നല്ലോ ഉക്രൈൻ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ ഒരു സാഹചര്യം ഇപ്പോഴും കറപ്റ്റഡ് ആണ്. ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലെ അല്ലെങ്കിൽ പഴയ സോവിയറ്റ് യൂണിയൻ ടെറിട്ടറീസ് പോലെ കറപ്റ്റഡ് ആണ്. പക്ഷെ ആ ഒരു കറപ്ഷൻ മാറ്റണം. അതിന്റെ ഈ കറപ്റ്റഡ് ആയിട്ടുള്ള ആ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് സെലൻസ്കി അധികാരത്തിരിക്കുന്നതാണ് ട്രംപിന്റെ പ്രധാനപ്പെട്ട ഉള്ള ഒരു കുറ്റപ്പെടുത്തൽ. അപ്പൊ ആ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പൊളിറ്റിക്കൽ റിഫോംസ് ആവശ്യമുണ്ട് ഉക്രൈനിൽ. അപ്പൊ അങ്ങനെ അത് ചെയ്തു കഴിഞ്ഞാൽ ഉക്രൈന്റെ റീകൺസ്ട്രക്ഷൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, $750 ബില്യൺ റീകൺസ്ട്രക്ഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു കൺസ്ട്രക്ഷൻ എന്നുള്ളത് റഷ്യയുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്ത് അത് നടപ്പിലാക്കും. പിന്നെ ഒരു ഉക്രൈൻ പോർട്സുകള്, ഗ്യാസ്, മിനറൽസ് തുടങ്ങിയ സാധനങ്ങൾ ഞാൻ സൂചിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു $500 ബില്യൺ ലോങ് ടൈം പേ ഔട്ട്സ്, അത് കാലാകാലങ്ങളായിട്ട് ഒരു $500 ബില്യൺ ഉക്രൈന് കൊടുക്കാമെന്നും ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് അവരുടെ ഉക്രൈനിലെ പോർട്ടുകൾ, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസുകളും കൂടെ ഈ ഡീലിനകത്ത് വരും. സെലൻസ്കിയും ഒരു പരിധിവരെ ഇതിന് തയ്യാറാണ്. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ടേബിളിന് അപ്പുറം ഇപ്പുറം ഇരുന്ന് അത് ഡീൽ ചെയ്യണം. എനിക്ക് കിട്ടിയ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് US സെക്യൂരിറ്റി ഗ്യാരൻസി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെലൻസ്കി അതിന് തയ്യാറാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെയാണ് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വരുന്നത്. അത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി, ഇപ്പൊ സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് എന്ത് തരത്തിലുള്ള തീരുമാനമെടുത്താലും അംഗീകരിക്കില്ല എന്നാണ്. അടുത്തൊരു യുദ്ധം വേണമെങ്കിലും ഞങ്ങൾ തയ്യാറാണെന്ന് പോലും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും യുക്രൈന്റെ ഭാവി എന്ന് കൂടെ പറഞ്ഞ് ഇത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? യുക്രൈന്റെ ഭാവി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ റഷ്യ ഇല്ലാതെ ഉക്രൈൻ ഒരു ഭാവിയില്ല. കാരണം ദേ ആർ നൈബേഴ്സ്. അവരൊരു റിസൊല്യൂഷനിൽ എത്തിച്ചേരുക. അപ്പൊ അത് സംബന്ധിച്ച് അത് നമുക്ക് എഗ്രി ചെയ്യാൻ പറ്റുന്ന കോമൺ സ്റ്റാൻഡ് പോയിന്റ്സിലെല്ലാം നമ്മൾ എഗ്രി ചെയ്യുക. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ അവിടെ സൗദിയിൽ നടത്തിയ മീറ്റിംഗ് അനുസരിച്ചിട്ടാണ് അവരൊരു 4 സ്റ്റാൻഡ് പോയിന്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ 4 സ്റ്റാൻഡ് പോയിന്റ്സ് ബേസ് ചെയ്തിട്ടാണ് ഇനി ഫർദർ ചർച്ചകൾ മുന്നോട്ട് പോകുന്നതാണ് അറിഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഒരു ട്രാൻസ്പെറൻസി ഇതിനകത്ത് കൊണ്ടുവരിക, അതായത് ഉക്രൈന്റെ ഡീലിനകത്തുള്ള
പ്രധാനമായിട്ട് ഈ പൈസ അവിടെ എന്തിനാണ് ചെലവഴിക്കുന്നത്. ഇപ്പം യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവനവന്റെ കയ്യിൽ ആയുധം വേണം. അപ്പൊ അമേരിക്കയുടെ കയ്യിൽ ആയുധവും അല്ലെ യൂറോപ്പിന്റെ കയ്യിൽ നിന്നുള്ള പണവും അല്ലെ മറ്റുള്ള രാജ്യങ്ങളുടെ സപ്പോർട്ടും വെച്ചിട്ട് ഞാൻ റഷ്യ അടിക്കുന്നു പറയുന്നത് അർത്ഥമില്ല. യുക്രൈൻ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ യുദ്ധം പോലും വരേണ്ട ആവശ്യമില്ല. അന്ന് ഈ നാറ്റോയുടെ ഒരു കാര്യങ്ങൾ ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് അന്ന് ചർച്ച ചെയ്താൽ മതിയായിരുന്നു. അന്ന് ഈ യുദ്ധം ഒരിക്കലും വരുന്നില്ലായിരുന്നു. പക്ഷേ ഈ ഹണ്ടർ ബൈഡനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ വിഷയങ്ങളും ബൈഡനും സെലൻസ്കി ആയിട്ടുള്ള ഒരു അൺഹോളി നെക്സസുമാണ് ഈ സാധനം ഇത്രേ എസ്കലേറ്റ് ആയത്. കാരണം അങ്ങനെ ഒരു നെക്സസ് അവിടെ ഇല്ലായിരുന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് ഇതിനകത്ത് സ്റ്റേക്ക് ഇല്ല. അപ്പൊ ആവശ്യമില്ലാതെ അമേരിക്ക ഇതിനകത്ത് ഡ്രാഗ് ചെയ്തത് ബൈഡന്റെ മകനുമാണ്. ഇപ്പൊ ഈയിടയ്ക്ക് ബൈഡൻ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ബൈഡന്റെ മകന്റെ പേരിലുള്ള എല്ലാ കേസുകളും വിഡ്രോ ചെയ്തു. ബൈഡൻ സ്വന്തം മകന് പാഠം കൊടുത്തു. എന്തിനാണ് പാഠം കൊടുത്തത്? അതിനുശേഷം ബൈഡൻ ഫാമിലിക്ക് ഫുള്ള് പാഠം കൊടുത്തു. അതായത് ഈ അൺഹോളി നെക്സസ് അതാരും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് അണ്ടർ റേറ്റഡ് ഇഷ്യൂ. അപ്പൊ ആ ഇഷ്യൂ ചർച്ച ചെയ്യരുത്, അല്ലെ ആ ഇഷ്യൂ പുറത്തു വരരുതെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ നടക്കുന്ന മൊത്തത്തിലുള്ള ഈ സ്പെക്കുലേഷൻ അതിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. ഈ വിഷയം ഇത്രയും വഷളാക്കിയത് ബൈഡൻ അഡ്മിനിസ്ട്രേഷനുമായിരുന്നു. ബൈഡനും സെലൻസ്കിയും അല്ലെ ബൈഡനും ഉക്രൈനില് ഉള്ള അയാളുടെ ഈ മോണിറ്ററി ബെനിഫിറ്റുകൾ ഇത് കിക്ക് ബാക്സും നോക്കിയിട്ടാണ് ബൈഡൻ അയാളുടെ താല്പര്യം പുഷ് ചെയ്യായിരുന്നു. അങ്ങനെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായി. ജഗത്തിന്റെ ഒരു നമുക്കറിയാം വിശദമായി ഇത്തരം കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു ചോദ്യം, ഇപ്പൊ ട്രംപ് നേരിട്ട് ഇടപെടാൻ തുടങ്ങിയിരിക്കുന്നു, സമാധാന ചർച്ചകളുടെ ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞിരിക്കുന്നു, യുദ്ധം എന്ന് അവസാനിക്കും. കറക്റ്റായിട്ട് ഈ ഒരു പോസിബിൾ ഫാക്ടർ നമ്മൾ നോക്കുകയാണെന്നുള്ളത്, അതായത് ഇപ്പം ട്രംപിന്റെ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസിയും അദ്ദേഹത്തിന്റെ ആ ഒരു സ്ട്രേറ്റ് ഫോർവേഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു കാൽക്കുലേഷൻ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 10 ദിവസത്തിനുള്ളിൽ ഇതിനകത്തൊരു ഡീല് സൈൻ ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം സെലൻസ്കിക്കൊന്നും ഇനി ഒത്തിരി പിടിച്ചു നിൽക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇഷ്യൂസ് എല്ലാം 2 മാസത്തിനുള്ളിൽ തീർത്ത ശേഷം ട്രംപിന് മറ്റ് അമേരിക്കയുടെ ഉള്ളിലുള്ള കുറച്ച് റിഫോംസ് നടത്താനുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിലെ ജനങ്ങളുടെ പല ഇഷ്യൂസും അവിടെ റിസോൾവ് ചെയ്യണം. ഇപ്പൊ തന്നെ വിലക്കയറ്റം അങ്ങനത്തുള്ള പല കാര്യങ്ങളും ട്രംപിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ വിലക്കയറ്റം തുടങ്ങിയ ആ ഇഷ്യൂസ് റിസോൾവ് ആവണമെന്നുണ്ടെങ്കിൽ റഷ്യയും യു എസുമായിട്ടുള്ള ട്രേഡ് അത് ഓണാവണം. എങ്കിൽ മാത്രമേ അമേരിക്ക, കാരണം ഈ റഷ്യ ആണല്ലോ ഓയിലിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസ്ട്രിബ്യൂട്ടർ. അപ്പം റഷ്യ ആയിട്ടുള്ള ഒരു ഇഷ്യൂ സോൾവ് ചെയ്ത് റഷ്യൻ ഓയിൽ ക്രൈസിസ് മാറിയാൽ മാത്രമേ അമേരിക്കയിലുള്ള ഇൻഫ്ലേഷനും മറ്റുള്ള പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. അതിന്റെ ഭാഗമായിട്ടാണ് ട്രംപ് ഈ വിഷയം എക്സ്പെഡീറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാനും ട്രംപ് തയ്യാറാണ്. കാരണം യു എസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റേക്കും റഷ്യയിൽ നഷ്ടപ്പെടാനില്ല. ആകെ ഇവിടെ നഷ്ടപ്പെടാനുള്ളത് ബൈഡനും സെലൻസ്കിക്കും അതുപോലെ അൺഹോൾഡ് നെക്സസിനുമാണ് നഷ്ടപ്പെടാനുള്ളത്. അതിപ്പോ ഏകദേശം അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി എത്ര നാള് സെലൻസ്കിയെ കവർ ചെയ്ത് നിൽക്കാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. സോ സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം ട്രംപ് എന്താണോ കൊടുക്കുന്നത് അത് വാങ്ങിക്കുക, അത് വാങ്ങിച്ച ശേഷം സെറ്റിൽ ചെയ്യുക. അല്ലാതെ മറ്റുള്ള, കാരണം ഈ ഇടയ്ക്ക് സെലൻസ്കി, ഞാൻ പറഞ്ഞില്ല, ഈസ് എ കൊമേഡിയൻ ഇൻ കാർഗോ പാൻസ്. വെറുതെ വായി തോന്നിയെല്ലാം വിളിച്ചു പറയണം, അല്ലെ വലിയ കാര്യമൊന്നുമില്ല, സ്വന്തമായിട്ടൊരു കഴിവുമില്ല. പക്ഷെ നാട്ടുകാർ പൈസ കൊടുത്താൽ യുദ്ധം ചെയ്യാന്നല്ലാതെ കഴിവില്ലാത്ത ഇയാൾ എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയത്തില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 15-20 ദിവസത്തിനുള്ളിൽ ഇതിന് ഒരു പീസ് ട്രീറ്റി സൈൻ ചെയ്യുന്നതാണ് എല്ലാവരുടെയും വിശ്വാസം. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഉള്ള ഒരു പുതിയ സ്പെക്കുലേഷൻ വരുന്നത്. അതുകൊണ്ട് ഇനിയിപ്പം സെലൻസ്കിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. സെലൻസ്കി അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങുക, രാജ്യത്ത് ഇലക്ഷൻ നടത്തുക, ഇലക്ഷൻ നടത്തി പുതിയ ജനങ്ങൾ തെരഞ്ഞെടുത്ത പുതിയ നേതാവ് തീരുമാനിക്കട്ടെ യുക്രൈന്റെ യുദ്ധം എങ്ങനെ തീരണം. അപ്പൊ അതാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 1 മന്തിനുള്ളിൽ ഉക്രൈനിൽ പീസ് ട്രീറ്റി സൈൻ ചെയ്യും. കുറച്ചുകൂടി സ്റ്റെബിലിറ്റി ലോകത്തിൽ വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ്, ഒരിക്കലും യുദ്ധം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ല ആരും തന്നെ. അത് സമാധാന ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടണം. ജഗത്ത് സംസാരിക്കുമ്പോഴാണ് സെലൻസ്കിയുമായി ബന്ധപ്പെട്ട ഇങ്ങനെ ഒരു വേർഷൻ പലപ്പോഴും നമ്മുടെ മീഡിയ ഒന്നും റിപ്പോർട്ട് ചെയ്യാറില്ല. ഈ ഒരു വശം കൂടി നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും 10 ദിവസത്തിനുള്ളിൽ ഇത്രയും ആയിരക്കണക്കിന് ദിവസങ്ങൾ നീണ്ടുനിന്ന ഒരു യുദ്ധം അവസാനിക്കുന്നെങ്കിൽ അത് അവസാനിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒരുപാട് നന്ദി ജഗത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.